അപ്പം നിങ്ങൾ എക്സാം എഴുതിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ദിവസത്തെ എക്സാമാണ്. അപ്പോൾ 2 ദിവസം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എക്സാം എഴുതി. അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം? ക്വസ്റ്റ്യൻസിൻ്റെ ഏകദേശം ഫോക്കസ് ഏരിയ എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനൊക്കെ അവർ പറഞ്ഞു തന്നോ? അത് ഹെൽപ്ഫുൾ ആയോ ഇന്നത്തെ എക്സാമിന്? ചെറുതായിട്ടൊക്കെ എന്നാലും ഒരു ട്രെൻഡ് ഒന്നും ഇല്ല. അങ്ങനെ ശരിക്കും ഒരു ഓർഡർ ഒന്നും ഇല്ല. ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് ചെറുതായിട്ട് മാറിയെന്ന് വെയിറ്റേജ് മാറി ടോപ്പിക്കിൻ്റെ നല്ല രീതിയിൽ ഇതിൽ തന്നെ മൂന്ന് ക്വസ്റ്റ്യനിൽ കൂടുതൽ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പാറ്റേണിലാണോ ചോദിച്ചത്? നിങ്ങളിപ്പോൾ ഒരുപാട് മോക്ക് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പാറ്റേണിലാണോ ക്വസ്റ്റ്യൻ വന്നേ? കഴിഞ്ഞ വർഷത്തെ മെയിൻസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല കൂടിയിട്ടുണ്ട്. കെമിസ്ട്രി ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അധികം ചെയ്യാനില്ലായിരുന്നു. പ്രാവശ്യം കുറച്ചധികം ചെയ്യണം, നല്ല ടൈം എടുക്കും. ഇപ്പോൾ നമ്മുടെ 3 സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇതിൽ ഏതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്? എനിക്ക് തോന്നിയത് ഫിസിക്സ് ആണ്. ഫിസിക്സ് ഇവിടെ മാത്സ് ഏറ്റവും പാട്. മാത്സ് ഏറ്റവും പാട്. ഇവിടെ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇച്ചിരി ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ ഒരു ആശ്വാസം. മോക്ക് എക്സാമിൽ നിന്ന് പ്രീവിയസ് ഇയർ ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് തന്നൊരു ക്വസ്റ്റ്യൻ അതേപടി എടുത്ത് ചോദിച്ചു. ഓക്കെ, അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.